ഇത് 22 മോഡൽ 23 രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള കറക്റ്റ് 25,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളതാണ്. 23 രജിസ്ട്രേഷൻ വരുന്നുണ്ടല്ലേ? അപ്പോൾ വാറണ്ടി എങ്ങനെയാണ് വരിക? കമ്പനി വാറണ്ടിയില്ല, 28 വരെ കമ്പനി വാറണ്ടിയാണ്. ഫുൾ പ്രോപ്പർ സർവീസ് പ്രോപ്പർ സർവീസ്. വേറെ മേജറായിട്ടുള്ള ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഗ്യാരണ്ടി. ഓക്കെ, അതൊക്കെ ഉറപ്പാണ്, ഒന്നും നോക്കാനില്ല. ഡീസലുമാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പസിന്റെ ഒക്കെ മൈലേജ് ഇതിനും കിട്ടും. കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. വാറണ്ടി നിലവിൽ അണ്ടർ വാറണ്ടിയിലാണ് വണ്ടികളിൽ. ഓക്കെ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. GT Plus 2022 GT Plus. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ FI വീൽസിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ ഒറ്റ പ്രാവശ്യം എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളൂ. നമ്മളന്ന് ഈ ഷോറൂം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി റെസ്പോൺസ്, എല്ലാ വണ്ടികളും വിറ്റുപോയി. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള നല്ല വിലപ്പാകത്തിന് വണ്ടികൾ എടുത്തൊരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ വീഡിയോയുടെ കമൻസ് വേണം ഇപ്പോൾ തന്നെ എടുത്ത് നോക്കും. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ഇർഷാദ് ഭായിനെ സ്വാഗതം ചെയ്യാം. ഇർഷാദ് ഭായ്, സ്വാഗതം. താങ്ക്സ്. കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ? സംഭവം വണ്ടി സ്റ്റോക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞു, പക്ഷെ പിന്നെ ആ സമയത്ത് വിട്ടുപോയി. ഓക്കെ, അപ്പോ എന്താ ഇപ്രാവശ്യത്തെ അവസ്ഥ? എന്താ അടിപൊളി വണ്ടികൾ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തോട് കുറച്ച് സ്റ്റോക്ക് താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി വണ്ടികൾ നല്ല വിലപ്പാത്തിനായിരുന്നു കഴിഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ വിലപ്പാത്തിന് നമുക്ക് ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റും. 100%. ഉറപ്പല്ലേ? അതേ വിലക്ക് തന്നെ കൊടുക്കാം. നല്ല കമൻസ് ആയിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചേരിക്ക് അടുത്താണ്. മഞ്ചേരിക്ക് അടുത്ത് പ്രോപ്പർ സ്ഥലം ഏതാ? ആലുക്കൽ നറുകര ആലുക്കൽ എന്ന് പറയും. മഞ്ചേരി ടു കോഴിക്കോട് റോഡ്, വള്ളംപുറം മഞ്ചേരിന്റെ ഇടയിലായിട്ട് വരും, കോഴിക്കോട് റോഡിന്റെ ഇടയിൽ. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മോഡലും കൂടിയ കോമ്പാക്ട് SUVs ആണ്, എല്ലാ കാറ്റഗറിയും ലഭിക്കുന്ന ഷോറൂമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അടിപൊളി വണ്ടികൾ അടിപൊളി വിലയിൽ, ഉറപ്പല്ലേ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ജീപ്പ് മെറിഡിയൻ ആണ്. ഒരു 7 സീറ്റർ വണ്ടിയാണ്. KL 57 കോഴിക്കോട് രജിസ്ട്രേഷൻ, പ്രീമിയം കാറ്റഗറിയാണ്. ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത്. ചെറുതും എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാ കാറ്റഗറി ഉണ്ട്, ആരും നിർത്തി പോകണ്ട കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 22 മോഡൽ 23 രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള കറക്റ്റ് 25,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളതാണ്. 23 രജിസ്ട്രേഷൻ വരുന്നുണ്ടല്ലേ? അപ്പോൾ വാറണ്ടി എങ്ങനെയാ വരിക? കമ്പനി വാറണ്ടിയില്ല, 28 വരെ കമ്പനി വാറണ്ടി. 2028 വരെ കമ്പനി വാറണ്ടി. അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, വണ്ടി ഹൈ ക്വാളിറ്റി വേണം, വണ്ടിന്റെ കാര്യത്തിൽ നോക്കാനില്ല. ഇതില് ഫുൾ ഓപ്ഷനാ? അതെ, ഏറ്റവും ലിമിറ്റഡ് 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഓക്കെ, 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ, വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ പ്രീമിയം ഫീല് എല്ലാം കൊണ്ടും. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല 100% സീറോ ക്ലെയിം. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 25,000. 25,000. ഓക്കെ, 25,000 ഓടിയ 4x4 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ജീപ്പ് മെറിഡിയൻ ആണ്. നല്ല ടയർ ഭാഗം എല്ലാം ഉണ്ട്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു ഭാഗം നോക്കണ്ട, ഒന്നും ചെയ്യാനില്ല. ഇത് ശരിക്കും ഓൺ റോഡ് അന്ന് എത്ര വില വരുന്നുണ്ടായിരുന്നു? 50 സംതിങ്, 50 ലക്ഷത്തിനടുത്ത് 50 ലക്ഷത്തിൽ സംതിങ് വില വരുന്നുണ്ട് അല്ലേ അന്ന്? ഓക്കെ, ഇന്ന് പിന്നെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഇപ്പോഴും മാർക്കറ്റിൽ ഏകദേശം നമ്മുടെ പ്രൈസ് എന്താ വെച്ചാൽ എപ്പോഴും മാർക്കറ്റിൽ ഏകദേശം ഒരു 33, 34, 35 ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന വണ്ടിയാണ്. നമുക്കൊരു അതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഈ റേറ്റിൽ കേരളത്തിൽ വണ്ടി കിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്ക് 28 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ കൊടുക്കാം. 28 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള ജീപ്പ് മെറിഡിയൻ 22 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന വാഹനം, ഡീസൽ ഓട്ടോമാറ്റിക് 4x4. നിങ്ങൾക്ക് കൊണ്ട് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ് അല്ലേ? പാതിയിലും കുറഞ്ഞേ, പാതി വില, ഏകദേശം പാതി വില. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഏകദേശം ഹൈ പ്രൊഫൈലുള്ള ആളുകൾക്ക് ഫുൾ ലോൺ തന്നെ. അപ്പോൾ അമ്മാതിരി വിലക്കാന്ന് നിങ്ങൾക്ക് കിട്ടുന്നേ, പെട്ടെന്ന് തന്നെ വിളിച്ചു. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത ടാറ്റ ഹാരിയർ ആണ്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. XT വേരിയന്റ് ആണ്. 2019 മോഡല്. കറക്റ്റ് 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. ആക്ഷൻ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. PDF ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. XTA ആണോ പറഞ്ഞത്? XT മാനുവൽ ആണ്. മാനുവൽ ഡ്രൈവ് വാഹനമാണ്. 2019 മോഡൽ അല്ലേ? ഓക്കെ, കിലോമീറ്ററിന് 40,000. ഓക്കെ, വലിയ ഓട്ടം പോയിട്ടില്ല. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ആകുമ്പോൾ ഒരു 15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ എന്തായാലും കിട്ടുമല്ലോ ആ റേഞ്ച്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല.
പക്ക വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതെ അതെ. ഓക്കെ, ടയർ ഭാഗം എല്ലാം ഓക്കെയാണ് നിലവിൽ, ചെയ്യാനില്ല. ഇല്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഒരു 10,000 കിലോമീറ്റർ ആയിട്ട് സർവീസ് പോലും ചെയ്താൽ മതി. നേരെ വരിക, എടുക്കുക, കൊണ്ടുപോവാ അല്ലേ? ഓക്കെ, എത്രയുണ്ട് ചോദ്യം? എത്രയാ ഇത്? നമ്മളിവിടെ ആസ്ക് ചെയ്യണ 10,40 അതൊന്നും നോക്കണ്ട. നമുക്കിപ്പോൾ നെറ്റ് പ്രൈസ് 9,80,000 രൂപയ്ക്ക് കൊടുക്കാം. 980-ന് 2019 മോഡൽ, വെറും 40,000 കിലോമീറ്റർ ഓടിയ ഡീസൽ മാനുവൽ XT ഓപ്ഷൻ വരുന്ന ഈ ഒരു ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണും തന്നെ ചാൻസ് ഉണ്ട്. ഓക്കെ, 940-നാണ് അടുത്ത വണ്ടി വരുന്നത്. മഹീന്ദ്ര സ്കോർപിയോ KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ, ടാക്സിൽ നിൽക്കുന്ന സ്കോർപിയോ ആണ് അല്ലേ? എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2022 മോഡല് S സീരീസിൽ വരുന്ന S3+. അതെ. ഓക്കെ, ഇത് 2 കാര്യമുണ്ട്. ടാക്സി പർപ്പസിന്റെ ആവശ്യക്കാർ വരും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നിർത്തിയത്. ഇത് ഞാൻ ആർക്കെങ്കിലും പ്രൈവറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് ആക്കിയിട്ടും കൊടുക്കും. പ്രൈവറ്റ് ആക്കുമ്പോൾ എത്ര കോസ്റ്റ് വരും? അത് നോക്കണ്ട, നമ്മൾ പ്രൈവറ്റ് ആക്കി കൊടുക്കും. നിങ്ങൾ ആക്കി കൊടുക്കും. അതെ, ഈ പറഞ്ഞ പ്രൈസിന് രണ്ടും ഓക്കെയാണ്. ഓക്കെ, പറയാൻ പോകുന്ന പ്രൈസിൽ ടാക്സിയിലാണ് ടാക്സിയിൽ, പ്രൈവറ്റിലാണ് പ്രൈവറ്റിൽ, രണ്ടും നടക്കുക. ടാക്സിയിലാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള പേപ്പറിന്റെ അവസ്ഥ എന്താ? ടാക്സി നിലവിൽ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ. 1 ഇയറിലേക്ക് ഒന്നും നോക്കാൻ ഒന്നും നോക്കാനില്ല. അപ്പോൾ ടാക്സിന്റെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഇനി പ്രൈവറ്റ് ആക്കണേ ആക്കിയും തരും. 2022 മോഡല് S3+, അഥവാ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ ഈ ഒരു സ്കോർപിയോന്റെ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട്. ഇതിനേക്കാളും ഈ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടുന്ന. അപ്പോൾ കിലോമീറ്റർ 90,000 ടാക്സിയാണ്. അതിന്റെ ഓട്ടം പോയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർ. ഓക്കെ, അപ്പോൾ ഇതും നല്ല ടയർ ഭാഗം അല്ലാണ്ട് എത്രയുണ്ട് ചോദ്യം? ഇപ്പോൾ ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 7,80,000 രൂപ കൊടുക്കുക. 22 മോഡലാണ്. 780-ന് 2022 മോഡൽ S3+ സ്കോർപിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രൈവറ്റ് ആക്കിയിട്ട് തരും. ഈ വിലയ്ക്ക് തന്നെ. ടാക്സിയിലാണെങ്കിൽ ഇപ്പം നിലവിൽ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും ഫിറ്റാണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സ്കോർപിയോയിൽ ഇതിനെത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ടാക്സി ആകുമ്പോൾ മൈലേജ് നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ 12 കിട്ടും. അതിന് മേലെ എന്തെങ്കിലും കിട്ടും. 12-13 മേലെ കിട്ടും. ഓക്കെ, ഹ്യുണ്ടായ് ക്രെറ്റയാണ് അടുത്ത വാഹനം. KL 5 കോട്ടയം വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 21 മോഡലാണ്. EX വേരിയന്റ് ആണ്. ഓക്കെ, അഥവാ ന്യൂ ഷേപ്പിന്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ, 66,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലാ? അല്ല, പെട്രോൾ EX. പെട്രോൾ EX ആണ്. AC പോസ്റ്റർ, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ഓക്കെ, അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പ് അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 21 മോഡൽ. ഓക്കെ, പെട്രോൾ ആണ്. ഒരു 11, 14, 15 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, സർവീസ് എല്ലാം പക്കല്ലേ? പക്ക. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? അതെ. ഓക്കെ, എത്രയാ ചോദ്യം? 9,70,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 970-ന് 2021 ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട്. അപ്പോൾ ലോൺ എത്ര കയറും? 9 ലക്ഷം വരെ കിട്ടും. ഏകദേശം കിട്ടും. ഫുൾ ലോൺ തന്നെ? ഫുൾ ലോൺ എന്ന് പറയുന്നതെല്ലാം കൊള്ളാം. നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വണ്ടി മാർക്കറ്റ് റേറ്റ് വെച്ച് ഇൻസ്പെക്ട് ചെയ്താൽ ആ പൈസ കിട്ടും വണ്ടിക്ക്. ഓക്കെ, ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ജീപ്പ് തന്നെ കോമ്പസ് ആണ്. KL 76 ഇരിട്ടി അല്ലേ? 76 സോറി, ഇവിടെ നെന്മണ്ട രജിസ്ട്രേഷൻ, കോഴിക്കോട്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 ആണ്. ലിമിറ്റഡ് പ്ലസ് ആണ്, അഥവാ റയർ ആണ്. ലിമിറ്റഡ് പ്ലസ് ആകുമ്പോൾ പനോരമിക് റൂഫും സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 19 അല്ലേ? ഓക്കെ, ലിമിറ്റഡ് ഓപ്ഷനിലല്ലേ ഫുള്ള്? അല്ല, ലിമിറ്റഡ് പ്ലസ് തന്നെ ഫുൾ. അല്ലല്ല. ഓക്കെ, സ്പോട്ട്, ലോങ്ങിറ്റ്യൂഡ്, ലിമിറ്റഡ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഡീസൽ 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഡീസൽ മാനുവൽ. അതെ, മാനുവൽ. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടം 1.30 ഓടിയിട്ടുണ്ട്. സർവീസ് പ്രോപ്പർ സർവീസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ ക്ലെയിം ഒന്നുമില്ല? ഇല്ല, നല്ല വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടതിൽ ആദ്യത്തെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയല്ലേ? ഇതുവരെയുള്ള ഫസ്റ്റ് ഓണറാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. ഇതിനും നമ്മൾ ഹാരിയറിന്റെ മൈലേജ് തന്നെ കിട്ടും ഏകദേശം? ഇത് ഹാരിയർ, MG ഹെക്ടർ, ഇതൊക്കെ ഏകദേശം ഒരേ സെഗ്മെന്റ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് എല്ലാം വരിക. അതേ മൈലേജ് തന്നെ ഏകദേശം പ്രതീക്ഷിക്കാം അല്ലേ? ഒരു 14-15 വരെയൊക്കെ ലോൺ കിട്ടും. ഇതിന്റെ ചോദ്യം എത്ര? ഇപ്പോൾ നമുക്ക് ഫൈനലി 9,80,000 രൂപ കൊടുക്കാം. 2019 9,80,000 രൂപയ്ക്ക് 2019 ലിമിറ്റഡ് പ്ലസ് ഡീസൽ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരും. വീണ്ടും കോമ്പസ് തന്നെ. KL 51 രജിസ്ട്രേഷൻ വാഹനമാണിത്. നമ്പർ അടിപൊളി നമ്പറാണ് കേട്ടോ, 1111. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 17 മോഡല്, ഡീസൽ, മാനുവൽ, ലിമിറ്റഡ്. പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ 4x4 ആണ്. 4x4 ലിമിറ്റഡ് മാനുവൽ ആണ്. ഡീസൽ വാഹനം. 17 മോഡൽ.
ഇത് കിലോമീറ്റർ 80,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ലോ കിലോമീറ്റർ ആണ്, ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, പക്ക വണ്ടി. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ആണ് ഇത് ഓപ്ഷൻ, പ്ലസ് അല്ല, എൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സൺറൂഫ് ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടാവില്ല. അന്ന് വരുന്നില്ല എന്ന് തോന്നുന്നു, 17 വരുന്നില്ല. ഓക്കെ, എത്ര ചോദ്യത്തെ? ഫൈനൽ പ്രൈസ് 8,90,000. 8,90,000 2017 4x4 ഡീസൽ മാനുവൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് നിങ്ങൾക്ക് കൊണ്ടുപോകും. 80,000 ഓടിയിട്ടുള്ളൂ, പ്രോപ്പർ സർവീസ് ഉണ്ട്, വലിയ ഓട്ടം പോയിട്ടില്ല. പിന്നെ ജീപ്പിൻ്റെ സർവീസ് അറിയാലോ, മെറിഡിയൻ ആയാലും കോമ്പസ് ആയാലും അത്യാവശ്യം എമൗണ്ട് വരും. ജനറൽ സർവീസ് നമ്മൾ കമ്പനി ചെയ്യുകയാണെങ്കിൽ അല്ലേ ഒരു 15,000 സാധാ ഒരു വാഹനം ഒരു 8 രൂപക്ക് സർവീസ് ചെയ്യുമ്പോൾ ഇതിനൊരു 16 രൂപ മനസ്സിൽ കാണണം. 15,000 കൂടുമ്പോഴല്ലേ ചെയ്യാൻ വേണ്ടു. 15,000. അടുത്തത് ടാറ്റയുടെ ഒരു 7 സീറ്റർ. ഈ സാധനം ഇപ്പോൾ നല്ല എൻക്വയറി വരുന്നുണ്ട്. ഞാൻ പല ഷോറൂമിൽ കാണിച്ചിട്ട് ടക്ക് 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 എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ടാറ്റ ഹെക്സയാണ്, KL64 ചാലക്കുടി രജിസ്ട്രേഷൻ വാഹനം. ആളുകൾക്ക് അതിന്റെ കംഫർട്ട് അറിയുള്ളൂ. തീർച്ചയായും, അതാ പറഞ്ഞത്, നല്ലോണം പോകുന്നുണ്ട്. വരുന്ന സാധനം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ XMA സെക്കൻഡ് ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 19. ഇതും 2 ലിറ്റർ ആണ് വരിക, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 7 സീറ്റർ തന്നെയാണ്. ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ്. അതെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 2 കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി PDF ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല ടയർ ഭാഗമുണ്ട് അല്ലേ? അതെ. ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒന്നുമില്ല. ഡീസലാണ്, അപ്പോൾ മൈലേജിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ വിത്ത് സേഫ്റ്റി. ടാറ്റേന്റെ ബോഡിയാണ്. ഓക്കെ, എത്രയായിട്ട് ചോദ്യം? എത്രയാണ് ഇത്? നമുക്ക് ഫൈനൽ പ്രൈസ് 8,90,000 രൂപ കൊടുക്കാം. 8,90,000. ഓക്കെ, 19 മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്. 8,90,000 19 ഓട്ടോമാറ്റിക് ആണ്. XM എന്ന് വെച്ചാൽ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ വണ്ടിയിൽ? ലോണ് ഫുൾ തന്നെ വരും. അടുത്തത് MG ഹെക്ടർ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ വീഡിയോയിൽ 3 ഹെക്ടർ നല്ല ഗംഭീര പൊട്ടിച്ച പ്രൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് പോയത്? ജീപ്പ് കോമ്പസ് അല്ലെങ്കിലും നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാണ്. 3-4 വണ്ടികളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇന്നും 3 ഉണ്ട്. ഒന്ന് അഡ്വാൻസ് ആയി, പിന്നെ 2 ഒരേ സെഗ്മെന്റ് ആയതുകൊണ്ട് ഒന്നിന്റെ ഡീറ്റെയിൽ മൊത്തത്തിൽ പറയാതെ. ഓക്കെ, ഇത് KL22 രജിസ്ട്രേഷൻ, ബ്ലാക്ക് കളറാണ്. സെയിം മോഡൽ തന്നെ ഒന്നും കൂടി ഉണ്ട്, വൈറ്റ്. ഇവിടെ എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 21 ആണ് മോഡല്. ഫേസ് ലിഫ്റ്റ് വരുന്ന വണ്ടിയാണ്. 21 ഫേസ് ലിഫ്റ്റ് വരിക, അഥവാ ന്യൂ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. 65,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ആണ്, കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ഏതാ, പെട്രോൾ, ഓട്ടോമാറ്റിക്? ഡീസൽ മാനുവൽ ഷാർപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 21 കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഫുൾ പ്രോപ്പർ സർവീസ്. പ്രോപ്പർ സർവീസ്, വേറെ മേജറായിട്ടുള്ള ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഗ്യാരണ്ടി. ഓക്കെ, അതൊക്കെ ഉറപ്പാണ്, ഒന്നും നോക്കാനില്ല. ഡീസലുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പസിന്റെ ഒക്കെ മൈലേജ് ഇതിനും കിട്ടും. ഏകദേശം 14-15 റേഞ്ച് മൈലേജ് കിട്ടും. ഇപ്പുറത്തുള്ള വൈറ്റും ഡീസൽ തന്നെയാണ്. അത് 19 മോഡലാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ. ഇത് 21 ആണ്. ഓക്കെ, 65,000 ഓട്ടം. ഇതിപ്പോ എത്ര ചോദിക്കുന്നത്? ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ചാലഞ്ചിങ് പ്രൈസ് ആണ് കേട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ എല്ലാത്തിലും പറയേണ്ട വെച്ചിട്ടാണ്. എല്ലാവർക്കും അന്ന് ജസ്റ്റ് ചെയ്താൽ അന്ന് നോക്കിയാൽ മതി. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് കൊണ്ടുവരും. അതെ. ഇതെന്താ വെച്ചാൽ ഇത് 11.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ പ്രൈസിൽ കൊടുക്കാം. 11,50,000 രൂപയ്ക്ക് 2021 മോഡൽ ഡീസൽ മാനുവൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ് 65,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോഡ് ഫുള്ള് കയറും. ഓക്കെ, മറ്റേ എത്ര രൂപയ്ക്കുണ്ട്? 19 അതിന് നമുക്കൊരു 9,30,000 രൂപ കൊടുക്കാം. 9,30,000 ഡീസൽ ഫുൾ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, ഏത് വണ്ടി തന്നെ വിളിച്ചോ, അടുത്ത വണ്ടി. അടുത്തത് ക്രെറ്റ KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഫുൾ ബ്ലാക്ക് അല്ല? എങ്ങനെ ഡീറ്റെയിൽ? 2016 ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, 16 ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല എൻക്വയറിന്റെ വണ്ടിയാണ്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. ഓക്കെ, ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 18 വരുന്ന ഫേസ് ലിഫ്റ്റ് ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? മേജർ ക്ലെയിം മാറ്റാനേ ഉള്ളൂ അല്ലേ? മാറ്റിയല്ലേ? വേറെ ആക്സിഡന്റ് ആയിട്ടൊന്നും മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1:39 1:40 ആയിട്ടുണ്ട്. 1:40. ഓക്കെ, 1,40,000 2016 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണോ? ഓട്ടോമാറ്റിക്കലി അന്ന് ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. ഓപ്ഷൻ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ക്രെറ്റ. അപ്പോൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുപോകാം. മേജറായിട്ടുള്ള ക്ലെയിമും കാര്യമൊന്നുമില്ല. 2018 ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. എത്രയാണ് ചോദ്യത്തിൻ്റെ? 7 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ പ്രൈസിൽ കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 2016 മോഡൽ. ഓക്കെ, അപ്പോൾ ലോഡ് ചാൻസ് ഫുൾ തന്നെയാണ്. 6.5
7 രൂപ വരെ മാക്സിമം ഹൈ പ്രൊഫൈലിലേക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതൊരു സെൽട്ടോസ് ആണ്, KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. സെൽട്ടോസ് ഇവിടെ വേറെ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ കാണിക്കുന്ന വണ്ടികളിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഒരു എണ്ണത്തിന്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് പറയാം. ഇത് എങ്ങനെ ഡീറ്റെയിൽ? 2020 ആണ്, ഡീസലാണ്, HTK+ പറഞ്ഞ വേരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഗിയർ ബോക്സ് ഏതാ? DC അല്ല, മറ്റേ 80 ആണ്. ഓക്കെ, 80 ഗിയർ ബോക്സ്, 20 മോഡൽ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 മൈലേജ് ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ മാനുവൽ തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് 18-20 റേഞ്ച് എന്തായാലും കിട്ടുന്നുണ്ട് മൈലേജ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, മേജറായിട്ട് ഒന്നുമില്ല. 1.25 കമ്പനി സർവീസ് ആണ്, പ്രോപ്പർ സർവീസ്. കറക്റ്റ് സർവീസ് ആണ്. ഹിസ്റ്ററി PDF ആയിട്ട് കയ്യിലുണ്ട്. HTK+ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. KL അലോയ്സ് വരുന്നുണ്ട് അല്ലേ? K+ൽ അലോയ്സ് വരും. സൺറൂഫ് അല്ലാത്ത K+ൽ. ഓക്കെ, ബാക്കി സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, അങ്ങനത്തെ കുറച്ച് വളരെ കുറഞ്ഞ കാര്യങ്ങളേ. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോ. എത്ര പ്രൈസ്? എത്രയാണ് പറഞ്ഞത്? ഇത് ഫൈനൽ പ്രൈസ് ആണ് 9,90,000 രൂപ. 9,90,000. 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് HTK+ സെൽട്ടോസ്. ഓക്കെ, 9,90,000 കൊണ്ടുപോകാം. അതും ഫുൾ കിട്ടും, ചാൻസ് ഉണ്ട്. ഇതാ വീണ്ടും ഒരു ക്രെറ്റ KL7 വണ്ടി തന്നെ, എറണാകുളം വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 17 മോഡല് SX+ൽ പെട്രോൾ വേരിയന്റ്, മാനുവൽ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. അതെ, SXO അല്ല, SX+. 17 മോഡലാണ്, ഒറിജിനൽ ഷേപ്പ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന് 18ന്റെ ഷേപ്പിലേക്ക് മാറ്റി. ഇത് ഒറിജിനൽ ഷേപ്പ് തന്നെയാണ്. ഓട്ടോ എത്ര പോയി? ഇത് 80,000 പ്രോപ്പർ സർവീസാണ്. പെട്രോൾ മാനുവൽ. അതെ അതെ, 80,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ക്ലെയിം ഒന്നുമില്ല? ഒന്നുമില്ല, പക്കാ വണ്ടി. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാ? നമുക്ക് 6 ലക്ഷം രൂപക്ക് കൊടുക്കാം ഫൈനൽ പ്രൈസ്. 6,50,000 രൂപയ്ക്ക് SX+ പെട്രോൾ 80,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എല്ലാ പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, ലോണ് ഏകദേശം ഫുൾ തന്നെ. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് കിയ സോണറ്റ് KL27 രജിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് എഡിഷൻ തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ആനിവേഴ്സറി എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണ് KL27. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് HTX+ൽ ആനിവേഴ്സറി എഡിഷൻ വരുന്ന ഡീസൽ മാനുവൽ വണ്ടി. ഡീസൽ മാനുവൽ ആണ്. എന്താ പറയാ, 22 മോഡല്. വാറണ്ടി എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല? വാറണ്ടി നിലവിൽ വാറണ്ടിയിലാണുള്ളത്, എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല. വാറണ്ടി കഴിയാനാണുള്ളൂ. ഓക്കെ, ഇപ്പോൾ വാറണ്ടിയിലാണ്. അതെ അതെ അതെ. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതെ, HTX+ ആണത്. ഇതിന്റെ മുകളിൽ പിന്നെ GT ലൈനാണ് ഓപ്ഷൻ വരുന്നത്. അതെ, അതിൽ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജറൊക്കെ വരും. അത് രണ്ടും ഉണ്ടാവില്ല. ആനിവേഴ്സറി ഇല്ല, ഈ ബാഡ്ജിങ്ങും കാര്യങ്ങളും ഭാഗമായിട്ട് വരുന്നുണ്ട്. കളറിങ്ങും ഇതൊക്കെ വരുന്നുണ്ട്. അത് മൊത്തത്തിൽ വരുന്നുണ്ട്. അത് സൈഡ് സ്കേട്ടിംഗ് ആയിട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷിലൊക്കെ ഉണ്ടാവും. അതെ 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 അതെ, അവർ മാറ്റാണ് വരുന്നത്. പിന്നെ ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും. 20 മേലെ തന്നെ മൈലേജ് ഉണ്ട്. അതെ. കിലോമീറ്റർ എത്ര? ഇത് കിലോമീറ്റർ 1 lakh കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതെ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത ടയർ ഭാഗം അല്ലാണ്ട് ഇപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനല്ലോ? ഒന്നും ചെയ്യാനില്ല. എത്ര ചോദ്യം? എത്ര റേറ്റ്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 8,80,000 രൂപ കൊടുക്കാം. ഡീസൽ 22 വണ്ടിയാണ്. 2022 ഡീസൽ മാനുവൽ കിയ സോണറ്റ് 8,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണ് ചാൻസസ് ഇല്ല, നല്ല മൈലേജ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ക്രെറ്റ തന്നെ KL7 വണ്ടി തന്നെ. അതും എറണാകുളത്ത് പറ്റുമ്പോൾ ക്രെറ്റ പഠിച്ചിങ്ങോ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. 1.4 E+ അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ഒരു വാഹനം. E+ തന്നെ നേരത്തെ പറഞ്ഞതിലോട്ട് തന്നെ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിന്റെ കൂടെ അലോയ്സും ചെയ്തിട്ടുണ്ട്. പിന്നെ 1.4 ആയതുകൊണ്ട് നോർമൽ ക്രെറ്റനെക്കാട്ടിലും 2-3 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടും. ഇതെനിക്ക് തോന്നുന്നു 15-16 കിട്ടും തോന്നുന്നു. അതിന്റെ മുകളിൽ തന്നെ കിട്ടും. 18 വരെയൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 90,000 കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. മറ്റേ ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല പക്ക വണ്ടി. ക്യാമ ചെയ്തിട്ടുണ്ടോ? ഡാഷ് ക്യാമ ഇല്ല, പെട്ടെന്ന് അവിടെ തോന്നി. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ വെച്ചാൽ ആ ഒരു വർഷം വെച്ചിട്ട് 1 lakh ആയിട്ടില്ല അല്ലെ? 90 ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല. ഒരു നീറ്റ് വണ്ടി, പ്രോപ്പർ സർവീസ്. കാണാൻ ഭംഗിയുള്ള 4 അലോയ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല അലോയ്സാണ്. അലോയ്സ് എത്രയുടെ ചോദ്യം? എത്ര? നമുക്ക് 8,65,000 രൂപയ്ക്ക് ഫൈനൽ പ്രൈസ്. നെറ്റ് പ്രൈസ് 65,000 E+ ഡീസൽ 2019 1.4 ലിറ്റർ നല്ല മൈലേജ് കിട്ടുന്നൊരു ക്രെറ്റയാണ് 2019 മോഡല്. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള കോമ്പാക്ട് SUV നോക്കി നടക്കുന്നുണ്ടോ? ഇതാ ഒരു ടൈഗൺ GT ആണ്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. ഡ്യുവൽ ടോൺ ചെയ്താണോ? ഇത് ചെയ്തതല്ലേ?
ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 1.5 GT പ്ലസ്. കിലോമീറ്റർ 1 lakh കറക്റ്റ് ഓടിയിട്ടുണ്ട്. കമ്പനി മെയിൻറ്റെയിൻഡ് ആണ്. വാറണ്ടി നിലവിൽ അണ്ടർ വാറണ്ടിയിലാണ് വണ്ടികളിൽ. ഓക്കെ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി. GT പ്ലസ് 2022 GT പ്ലസ് TSG ഗിയർ ബോക്സ് ആണ് ഇതിൽ വരിക. അതെ, അപ്പോൾ അറിയാലോ, ലേഗോ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് കൊടുക്കുന്ന അതേ പവർ നമുക്ക് കിട്ടുകയും ചെയ്യും വണ്ടിയിൽ. ഓക്കെ, നല്ല ടയർ ഭാഗമുണ്ട്. എല്ലാ ഭാഗവും വണ്ടി എല്ലാ ഭാഗവും വേറൊരു ഭാഗം നോക്കണ്ട, എല്ലാ ഭാഗവും ഓക്കെയാണ്. അതെ അതെ. ഇതിന്റെ ഒരു നോർമൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15-15.5 റേഞ്ചിലൊക്കെയാണ് വണ്ടി. ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് അഥവാ 11,50,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 11.5 ലക്ഷത്തിന് നിങ്ങൾക്ക് 2022 മോഡൽ GT പ്ലസ് ഈ ഒരു ടൈഗൂൺ കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ഒരു ടൈഗൂണും കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അഥവാ 2022 തന്നെ 1 ലിറ്ററിൽ വരുന്ന മാനുവലിൽ വരുന്ന 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓപ്ഷൻ ഏതാ? അത് ഹൈലൈൻ സെയിം റെഡ് കളർ തന്നെ വണ്ടിയാണ്. ആ വണ്ടി നമുക്ക് 9,40,000 രൂപക്ക് നെറ്റ് കൊടുക്കാം. 9.40 അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 11.5-ക്കാണ്. അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഫുൾ ലോൺ തന്നെ എന്തായാലും കിട്ടും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം എന്താ? ഒരു കറുത്ത മുത്ത് അല്ലേ, ഫോർഡ് എക്കോ സ്പോർട്ട് ബ്ലാക്ക് കളർ KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല് ഡീസൽ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ. ടൈറ്റാനിയം പ്ലസ് ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് ആണ്. അഥവാ 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ടൈറ്റാനിയം പ്ലസ് ആണ്. 18 മോഡൽ അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഡീസലും ആണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഇതിന്റെ ഡോറൊക്കെ തുറന്നല്ലേ ഒരു കിൻഡൽ കണക്കിന് വെയിറ്റ് അല്ലേ. സേഫ്റ്റി അത്രയും ഉണ്ടാവും അല്ലേ. സ്റ്റെബിലിറ്റി എല്ലാം കൊണ്ട് ഒരു അടിപൊളി വണ്ടിയാണ്. കിലോമീറ്റർ 80,000 അടുത്തായിട്ടുണ്ടാവും. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്നുമില്ല. ഫോർഡിന്റെ സർവീസ് സെന്റർ ഇപ്പോഴും ഉണ്ട്. കുറെ കാലത്തേക്ക് സർവീസ് സെന്റർ ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാമത് റീലോഞ്ച് ചെയ്യണമുണ്ട്. അതും കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ ഇന്ത്യയിൽ ഇനി പ്രൊഡക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കത്തിക്കയറും. ഈ വണ്ടികളൊന്നും റേറ്റ് നിൽക്കില്ല, വണ്ടി കത്തിക്കയറുക. അപ്പോൾ നല്ല ടയർ ഭാഗമുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ഡീസലാണ്. വലിയ 1 lakhന്റെ മേലെ പോയിട്ടില്ല അല്ലെ. 80,000 പോയിട്ട്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാണ് ഫൈനൽ പ്രൈസ്? 7 lakh rupees. 7 ലക്ഷത്തിന് 2018 ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം പ്ലസ് ഈ ഒരു ബ്ലാക്ക് ഡീസൽ ഫോർഡ് എക്കോ സ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോണും കയറില്ല. എന്തായാലും ഫുൾ ലോണും കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പറഞ്ഞ വാഹനത്തിനൊക്കെ ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൈ കിട്ടും. വേണേൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാം. മഞ്ചേരിയോ അല്ലെങ്കിൽ പോവാം. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്ക് ഇനിയുണ്ട്. ഏതൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. വണ്ടി ഒരുപാട് വണ്ടികൾ ഇതിൽ കാണിക്കാത്ത വണ്ടികളുണ്ട്. 23 i20 ഉണ്ട്. അഥവാ നല്ല വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. വണ്ടി കാണിക്കാതെ വിടുന്നതിൽ ഭയങ്കര സങ്കടം. പക്ഷെ എന്താ കാണുന്നത്, നമ്മളെ സ്റ്റോക്ക് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കൗണ്ട് കഴിഞ്ഞുകൊണ്ട് മാത്രം കാണിക്കാൻ. റീൽസ് കാണിച്ചു. അതെ 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 അതെ. പിന്നെ മറാസോ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, WRV ഉണ്ട്, അമേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ. നെക്സോൺ, പോളോ, ബലേനോ, നെക്സോൺ പെട്രോൾ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പോളോകൾ ഏകദേശം ഒരു 4-5 പോളോകൾ ഉണ്ട്. വെന്റോ ഉണ്ട്. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മലപ്പുറം മഞ്ചേരിക്കടുത്ത് എവിടെയായിരുന്നു? നറുകര. അതാണ് ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒരാഴ്ച തരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വേണം. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ കൂടാ. താങ്ക് യു.